മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ഭൂമണ്ഡലത്തിൽ ഒറ്റ വംശമാണ്. ഈ ഭൂമണ്ഡലത്തിൽ രാജ്യത്തിന്റെ അതിർത്തികൾ നിശ്ചയിച്ചത് മനുഷ്യരാണ്. എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവലിലെ വിമല എന്ന് കഥാപാത്രം പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് ഇന്നാണ് നോവൽ ഇറങ്ങിയതെങ്കിൽ ദേശദ്രോഹ കുറ്റത്തിന് എം ടി വാസുദേവൻ നായരെ പിറ്റേന്ന് അറസ്റ്റിലാക്കും. വിമല പറയാണ്, സ്നേഹത്തോടുകൂടി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത രാജ്യത്തിന്റെ അതിർത്തികൾ, സ്നേഹത്തോടുകൂടി ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത രാജ്യത്തിന്റെ അതിർത്തികൾ. ഈ അതിർത്തികൾ നിശ്ചയിച്ചതാരാ? മനുഷ്യരല്ലേ. മനുഷ്യര് ചില അതിർത്തികൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിർത്തിക്ക് പേരിൽ യുദ്ധം ചെയ്യുക. ഈ ഭൂമണ്ഡലത്തിൽ സ്വർഗമുണ്ടാകുമായിരുന്നു യുദ്ധമില്ലായിരുന്നുവെങ്കിൽ. നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് യുദ്ധങ്ങളുടെ ചരിത്രമല്ലേ? പാനിപ്പത്ത് യുദ്ധത്തിന്റെ ചരിത്രം, കുളച്ചൽ യുദ്ധത്തിന്റെ ചരിത്രം, ഞങ്ങളുടെ നാട്ടിൽ ടിപ്പുവിന്റെ യുദ്ധത്തിന്റെ ചരിത്രം, ഹൈദരുടെ യുദ്ധത്തിന്റെ ചരിത്രം, പൃഥ്വിരാജിന്റെ യുദ്ധത്തിന്റെ ചരിത്രം, മഹാഭാരത യുദ്ധം, രാമായണം യുദ്ധമാണ്. ഈ പുരാണം എന്നൊക്കെ പറയുന്നത് മുഴുവൻ യുദ്ധങ്ങളുടെ അറ്റാക്കിന്റെ കൊല്ലുന്ന ചരിത്രമാ. മതങ്ങളെല്ലാം, ഇതിഹാസ ഗ്രന്ഥങ്ങളെല്ലാം മതഗ്രന്ഥങ്ങളാണെങ്കിൽ അതൊന്നും തന്നെ സ്നേഹത്തിന്റെ ചരിത്രമല്ല, സഹായിച്ചതിന്റെ ചരിത്രമല്ല, മനുഷ്യന്റെ വികാസത്തിന്റെ ചരിത്രമല്ല. വികാസങ്ങളെ അടിച്ച് തകർത്തതിന്റെ, യുദ്ധങ്ങളിലൂടെ സകലതും നഷ്ടപ്പെടുത്തേണ്ടതിന്റെ ചരിത്രമാണ് എല്ലാ ദൈവവിശ്വാസത്തിന്റെ ചരിത്രവും. മനുഷ്യനെ പച്ചക്ക് കുരിശിലേറ്റിയതാണെങ്കിൽ, മനുഷ്യനെ കൊന്നൊടുക്കിയത് ബദർ യുദ്ധങ്ങളാണെങ്കിൽ, ഇവിടെ മഹാഭാരത രാമായണത്തിന്റെ യുദ്ധങ്ങൾ. എന്നിട്ട് പറയാ മതങ്ങൾ മനുഷ്യ സ്നേഹത്തിന്റെ വലിയ ആളാണ് പോലും. മതങ്ങളുടെ ഗ്രന്ഥങ്ങളെല്ലാം കൊന്ന ചരിത്രമാണ്. ഈ ഭാരതത്തിലെ ദേവാസുര യുദ്ധത്തിൽ കൊന്ന അസുരന്മാരല്ല ഇവിടെ പോയി. അസുരന്മാര് പർവ്വത സമാന ശരീരമുള്ളവർ, തലയിൽ കൊമ്പുള്ളവർ, വായിൽ ദംഷ്ട്രയുള്ളവരായിരിക്കുന്ന അസുരന്മാര് 3 കോടി വർഷം മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ദിനോസറുകളുടെ ഫോസിൽ കിട്ടിയിട്ടുണ്ട്. 15 ലക്ഷം വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്ന ആനകളുടെ ഫോസിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ 3000 കൊല്ലം മുമ്പ് കൊന്നൊടുക്കിയ ഏതെങ്കിലും ഒരു കുംഭകർണന്റെയോ രാവണന്റെയോ ഫോസിൽ കിട്ടിയിട്ടുണ്ടോ? ഇത്രയധികം ലക്ഷക്കണക്കിന് അസുരന്മാരെ കൊന്നിട്ട് എവിടെയെങ്കിലും ഒരു ഫോസിൽ കിട്ടണ്ടേ? വായിൽ ദംഷ്ട്രയുള്ള, തലയിൽ കൊമ്പുള്ള ഒരു അസുരനെ കിട്ടിയിട്ടുണ്ടോ? ആരായി അസുരൻ? മനുഷ്യന്മാർ തമ്മിൽ കൊന്നതിന്റെ ചരിത്രമാണ്. മനുഷ്യന്മാർ തമ്മിൽ കൊന്നതിന്റെ ചരിത്രമാണ്, കൊല്ലലല്ല. മനുഷ്യൻ ഉണ്ടായത് കൊല്ലാനാണെങ്കിൽ മനുഷ്യൻ വേണ്ടല്ലോ, മൃഗങ്ങളെല്ലാം കൊല്ലാറുണ്ട്. അതുകൊണ്ടാണ് അശോകൻ തിരിച്ചറിവുണ്ടായത്. കൊന്ന് കലിംഗ യുദ്ധത്തിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യർ കണ്ടിട്ട് പരസ്പരം ആക്രമിക്കുന്ന സിംഹപ്രഭാവമുള്ള ഹേ മനുഷ്യ, നീ കൊല്ലാനല്ല, നീ അഭിമുഖമായി യുദ്ധം ചെയ്യാനല്ല, പരാമുഖമായി 4 ദിക്കിലേക്ക് പോകൂ. നോർത്തിലേക്ക് പോകൂ, ഈസ്റ്റിലേക്ക് പോകൂ, വെസ്റ്റിലേക്ക് പോകൂ, സൗത്തിലേക്ക് പോകൂ. ആ 4 ദിക്കിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ കൂട്ടി വായിച്ചിട്ട് നമുക്കൊരു വാർത്ത, ഒരു പേരുണ്ടായി. വാർത്തക്ക് ന്യൂസ്, NEWS, വാർത്തകൾ. 4 ദിക്കിലെ അറിവുകളാണ്. ആ 4 ദിക്കിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന സിംഹമാണ് ഭാരതത്തിന്റെ ദേശീയ ചിഹ്നം. പരസ്പരം കടികൂടാനല്ല, പരസ്പരം കടികൂടാനല്ല, 4 ദിക്കിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ലോകത്തിന്റെ അറിവിന്റെ ലോകങ്ങൾ കീഴടക്കാനാണ് മനുഷ്യവംശം ഈ ഭൂമിയിൽ ഉണ്ടായത്. മനുഷ്യന്റെ വികാസം എന്ന് പറയുന്നത് എന്താ? ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്തിൽ, പുതിയ ടെക്നോളജിയുടെ ലോകത്തിൽ, പുതിയ പണത്തിന്റെ ആ പൊളിപ്പ് കണ്ടിട്ട് കണ്ണുമൊഴിച്ചു നിൽക്കുന്നവര് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി വർഗത്തെ പറ്റിയും കർഷക വർഗത്തെയും പറ്റി പറയുമ്പോൾ അവർക്ക് പുച്ഛം തോന്നും. പക്ഷെ എന്താ മനുഷ്യന്റെ ലക്ഷ്യം? മനുഷ്യൻ എന്തിനാ പഠിക്കുന്നത്? ജോലി കിട്ടാൻ. ജോലി കിട്ടുന്നത് എന്തിനാ? വീട് വെക്കാൻ. വീട് വെക്കുന്നത് എന്തിനാ? നല്ല പൂന്തോട്ടം ഉണ്ടാക്കാൻ. എന്നിട്ടോ നല്ല കാറ് വാങ്ങാൻ. എന്നിട്ടോ ഗേറ്റ് കെട്ടാൻ. എന്നിട്ടോ ഒന്നുമില്ല, പിന്നെ ഒന്നുമില്ല, അവിടെ ഇരിക്കാൻ. അതാണോ മനുഷ്യൻ? മനുഷ്യൻ നിരന്തരം വികസിക്കുന്നവനാണ്. ആ വികാസ പ്രക്രിയയുടെ അവസാനത്തെ സ്റ്റേജിനാണ് കാറൽ മാർക്സ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞത്. വികാസ പ്രക്രിയയുടെ അവസാനം. മാർക്സ് പറഞ്ഞു, എന്റെ ടോർച്ച് കൊണ്ട് അടിച്ച വെളിച്ചത്തിൽ ഞാൻ കാണുന്ന വെളിച്ചം കമ്മ്യൂണിസം വരെയാണ്. അതിനുശേഷമുള്ള ലോകം എന്തായിരിക്കും അന്നത്തെ മനുഷ്യർ തീരുമാനിക്കട്ടെ. ആ കമ്മ്യൂണിസം ഈ ഭൂമിയിൽ ഒത്തുചേരുമ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാവാത്ത, ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും ഇല്ലാത്തൊരു ലോകം. അതിൽ ലക്ഷ്യമില്ല. പിന്നെ മനുഷ്യൻ എന്തിനാ ജീവിക്കുന്നത്? മനുഷ്യർക്ക് ലക്ഷ്യബോധമുണ്ട്. മനുഷ്യനാകുന്നത് എപ്പോഴാ? വയലാർ രാമവർമ്മയുടെ KPSCയുടെ അശ്വമേധം എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ രാമവർമ്മ പാടിയ
പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന വരിയിൽ അതിമനോഹരമായ ഒരു ഉപനിഷത്ത് ദർശനം ചേർത്തിട്ടുണ്ട്. ഉപനിഷത്തിൽ ഉദാലകാരുണി ശ്വേതകേതു സംവാദത്തിലുള്ള ഒരു ദർശനമുണ്ട്. ശ്വേതകേതു ഉദാലകാരുണിയുടെ പുത്രനാണ്. അദ്ദേഹം വലിയ പഠിപ്പിന് വേണ്ടിയിട്ട് പാഞ്ചാല രാജാവായ പ്രവാഹട കൈവല്യന്റെ അടുത്ത് പോയി. പ്രവാഹട കൈവല്യന്റെ അടുത്ത് പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ശ്വേതകേതു പിതാവിനോട് ചോദിച്ചതാണ്, ഞാൻ എവിടുന്നാ വന്നേ, ഞാൻ എങ്ങോട്ടാ പോകുന്നേ, ഞാൻ ആരാണ്? ഈ ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്തുമ്പോഴേ മനുഷ്യനാവൂ. മനുഷ്യനാവാൻ എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയണം. അതിനാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100-ാം വാർഷികം ആഘോഷിക്കുന്നത്. എന്തിനാ? 100 വർഷമായില്ല സഖാവേ, എന്നിട്ട് നമുക്ക് 2 പാർലമെന്റ് സീറ്റല്ലേ ഉള്ളൂ സഖാവേ എന്ന് നെടുവീർപ്പിടാനല്ല. 100 വർഷം കൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഉണ്മയെന്തെന്ന് എണ്ണി എണ്ണി 1000 ഉണ്മകൾ എണ്ണി പറയാൻ നമുക്കാവണം സഖാക്കളെ. നമ്മൾ നിരാശപ്പെടേണ്ടവരല്ല. പറയാനുണ്ട് ഒരുപാട്. എവിടെ നിന്നാ നമ്മൾ വന്നതൊന്ന് പറയണം. എന്നാ മാത്രമേ എവിടേക്കോ പോണു ഞാൻ എന്നറിയൂ.